ആട്ടാളന്മാരെല്ലാം കൂടെ രാത്രി ചെന്ന് കയറുക വീട്ടിൽ. എന്ത് മര്യാദകേടാ! ഇവരൊക്കെ അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലേ? ഇവരൊക്കെ മര്യാദ എന്താണെന്ന് അറിയത്തില്ലേ? ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അന്തസ്സുണ്ട്. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് ചൂട്ട് പോലാണ്, ചൂട്ട്. ഈ നമ്മൾ പണ്ട് ചൂട്ട് കെട്ടി പോകത്തില്ലേ, ആ ചൂട്ട് വഴിയാത്രക്കാരൻ്റെ കയ്യിലാണെങ്കിൽ അത് വെളിച്ചമായി മാറും. അത് ഭ്രാന്തൻ്റെ കയ്യിലാണെങ്കിൽ നാട് മുഴുവൻ കത്തിക്കും. അതാണ് ഈ പോലീസ്. ശ്രീരാജ് ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, എന്തായാലും പോലീസിനെ വലിയ ഒരു ഭീഷണി ഉയർത്തുകയാണ് CPIM നേതാക്കൾ. മല്ലപ്പള്ളിയിൽ കയറിയ പോലീസുകാരെയൊക്കെ നോക്കി വച്ചിട്ടുണ്ട്, അവർക്കും വീടുണ്ട്, ഭാര്യയും കുട്ടികളുമൊക്കെ ഇല്ലേ എന്നൊക്കെയാണ് ഈ ഉദയഭാനുവിൻ്റെ പരാമർശം. രജീഷ്, അങ്ങനെ തന്നെയാണ്. മല്ലപ്പള്ളിയിലെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളുടെയും വീടുകളിൽ പോലീസ് കയറിയ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് CPIM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു പോലീസിന് മുന്നറിയിപ്പുമായി ഒരു രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത്, പോലീസുകാർക്കും വീടുകളുണ്ട്, ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറാൻ അറിയാം, ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും തടുക്കാൻ കഴിയില്ല. ഈ വീട്ടിൽ കയറിയ CPIM പ്രവർത്തകരുടെ വീട്ടിൽ കയറിയ പോലീസുകാരെ നോക്കി വെച്ചിട്ടുണ്ട് എന്നായിരുന്നു KP ഉദയഭാനു പറഞ്ഞത്. രാത്രി 12 മണിക്ക് ശേഷമായിരുന്നു ഈ പോലീസുകാർ ഈ അർജുനായങ്കിയെ തിരക്കി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ CPIM പ്രവർത്തകരുടെയും CPIM നേതാക്കളുടെയും വീടുകളിൽ കയറിയത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് CPIMന്റെ മാർച്ച്. രുജീഷ്.